ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തൽ പോലെയുള്ള എന്തെങ്കിലും തെറ്റുകൾ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുണ്ടെങ്കിൽ തുടർന്ന് ഒരു ദിവസം പോലും ഞങ്ങൾ ആരും ഈ സ്ഥാപനത്തിൽ തുടരില്ല. കേവലം എന്റർടൈൻമെന്റ് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ കാണുന്ന 10 സെക്കൻഡിന്റെ വീഡിയോ മാത്രം കണ്ടുകൊണ്ട് ഇവിടെയുള്ള ഒരു ടീച്ചേഴ്സിനെയും ഇവാലുവേറ്റ് ചെയ്യരുത്. സൈലത്തിലെ ഓൺലൈനിലെയും ഓഫ്ലൈനിലെയും മുഴുവൻ ഫാക്കൽറ്റീസിനും ഇങ്ങനെ ഒരുപാട് ജീവിത അനുഭവങ്ങൾ പറയാനുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തലിന്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ചിലർ ആരോപിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇതിന് പിന്നിൽ വൻ സ്രാവുകളുണ്ട്, കോർപ്പറേറ്റ് ഭീമന്മാരുണ്ട്, അത് സൈലം തന്നെയാണെന്ന് എടുത്തു പറയുന്ന ആളുകളുമുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ ഒരു സൈലം എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ. 4 വർഷം മുൻപുള്ള സൈലം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ഞാൻ എന്തുകൊണ്ടും യോഗ്യനാണ്. കാരണം കഴിഞ്ഞ 4 വർഷമായി സൈലം ആരംഭിച്ച ഘട്ടം മുതൽ ഇന്നേ ദിവസം വരെ സൈലത്തോടൊപ്പം തന്നെയുണ്ട്. സൈലത്തിലോട്ട് വരുന്നതിന് മുൻപായിട്ട്, അതായത് കൊറോണയുടെ ആദ്യ വർഷങ്ങളിൽ ഞാൻ എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലായിട്ടുള്ള സിഗ്നേച്ചർ ടെക്സ് ആൻഡ് ടിപ്സിലൂടെ ആ ഒരു അക്കാഡമിക് ഇയറിൽ +2 വിദ്യാർത്ഥികൾക്ക് വേണ്ട മുഴുവൻ കെമിസ്ട്രി ക്ലാസ്സുകളും മുഴുവൻ ചാപ്റ്ററിലെയും മുഴുവൻ പാഠഭാഗങ്ങളും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് ഫ്രീ ആയിട്ട് 100% ഫ്രീ ആയിട്ടും ആ അക്കാഡമിയിൽ പഠിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകിയിരുന്നു. അതിൽ 90% വിദ്യാർത്ഥികൾ എൻ്റെ ക്ലാസ് കണ്ടു തന്നെയാണ് അന്നത്തെ എക്സാമിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അനവധി സബ്ജക്റ്റുകൾക്കായിട്ട് ഒരുപാട് ആളുകൾ അപ്പുറത്തുണ്ടായിരുന്നു, ഫ്രീ ആയിട്ട് കണ്ടന്റുകൾ നൽകിയിരുന്നു. ഈ ക്ലാസ്സുകളെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് അന്നത്തെ ആ കൊറോണ ബാച്ചിലെ നിരവധി വിദ്യാർത്ഥികൾ എക്സാമിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ചില ആളുകൾ അപ്പുറത്തായിട്ട് ഈ എക്സാം മാറ്റിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഘോരം പ്രസംഗിക്കുകയുണ്ടായി. അതായത് ഓരോ ന്യൂസ് ചാനലിൻ്റെ യൂട്യൂബ് ചാനലിന് താഴെയും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലും താഴത്തെ പോയിട്ട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഇങ്ങനെയെല്ലാം കമൻറ്റ് ചെയ്താൽ എക്സാം മാറ്റിവെക്കുമെന്നുള്ള ആഹ്വാനം നൽകിയിരുന്നു. അങ്ങനെ ഒരുപാട് വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ എന്നെ പോലുള്ള ആളുകൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നൽകിയിരുന്നു. എക്സാമിൻ്റെ അവസാന ദിവസങ്ങളിൽ വരെ എക്സാം മാറ്റിവെക്കുമെന്ന് പറഞ്ഞ് എക്സാമിൻ്റെ 2 ആഴ്ച മുൻപ് വന്ന് അവർ പറയുകയാണ്, ഇനി നമ്മൾക്ക് രക്ഷയില്ല, എക്സാം എന്തായാലും നടത്തുമെന്നാണ് പറയുന്നത്, ഇനി നിങ്ങൾ പഠിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല എന്ന്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അന്നത്തെ കൊറോണ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അതിനുശേഷമാണ് ഞാൻ സൈലത്തിലോട്ട് വരുന്നത്. സൈലത്തിലോട്ട് വന്ന ശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം സൈലത്തിൽ +1 +2 ചാനൽ ആരംഭിക്കുകയാണ്. 2ാമത്തെ അക്കാഡമിക് ഇയർ ആയിട്ടില്ല, അതായത് കൊറോണയുടെ 2ാമത്തെ വർഷത്തിലുള്ള അക്കാഡമിക്കിലെ +1ലെയും +2ലെയും മുഴുവൻ വിദ്യാർത്ഥികൾക്ക് ആ +1ലെയും +2ലെയും മുഴുവൻ സബ്ജക്റ്റിലെയും മുഴുവൻ ചാപ്റ്റേഴ്സിലെയും മുഴുവൻ കണ്ടന്റും 100% ഫ്രീ ആയിട്ട് കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ചുകൊണ്ട് രാപ്പകൽ ഇവിടെ മുഴുവൻ ഫാക്കൽറ്റീസും ക്ലാസ് എടുത്ത് നൽകുകയുണ്ടായി. 1 രൂപ പോലും ഫീസ് വാങ്ങിക്കാതെ അനവധി ചോദ്യങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷമാണ് ഓരോ വിദ്യാർത്ഥിയും എക്സാം ഹാളിലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ അവർ തളർന്നു പോകുന്ന ഓരോ ഘട്ടങ്ങളിലും അവരെ മോട്ടിവേറ്റ് ചെയ്ത് അതായത് ഞങ്ങൾ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് ഞങ്ങൾ ജീവിതത്തിലൂടെ അനുഭവിച്ചു വന്ന പല അനുഭവങ്ങളുമാണ് അവരെ പഠിപ്പിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഡോക്ടർ അനന്തപുരി സാറിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും എന്ന് പറയുന്നത് കൂലിപ്പണിക്കാരാണ്. വൈകുന്നേരം വരെ കൂലിപ്പണിയെടുത്ത് വൈകുന്നേരം വേദനയിൽ കിടക്കുന്നത് കണ്ട് ആ വേദന കണ്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റിയെടുക്കണം, ഈ ഒരു കുടിൽ നിന്ന് മാറ്റി അവരെ താമസിപ്പിക്കണം, അവർക്ക് കാണാത്ത കാഴ്ചകൾ കാണിച്ചു കൊടുക്കണം, കഴിക്കാത്ത ആഹാരം വാങ്ങിച്ചു കൊടുക്കണം, എങ്കിൽ ഞാനിരുന്ന് പഠിക്കണം. ആ പഠിപ്പിലൂടെ നല്ലൊരു ജോലി ഉണ്ടാക്കുവാനും അതിലൂടെ കൈനിറയെ സമ്പാദിക്കുവാനും സാധിക്കണം. ആ സമ്പാദ്യത്തിലൂടെ മാത്രമേ ഇവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ സാധിക്കുള്ളൂ എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിരുന്ന് പഠിച്ചതും ഇപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിയിരിക്കുന്നതും. ഇങ്ങനെ എൻ്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെ മോട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള മുഴുവൻ ഫാക്കൽറ്റീസിനും സൈലത്തിലെ ഓൺലൈനിലെയും ഓഫ്ലൈനിലെയും മുഴുവൻ ഫാക്കൽറ്റീസിനും ഇങ്ങനെ ഒരുപാട് ജീവിതാനുഭവങ്ങൾ പറയാനുണ്ട്. അതും കൂടെ ഷെയർ ചെയ്തിട്ടാണ് കുട്ടികളെ ഞങ്ങൾ വാർത്തെടുക്കുന്നത്. എളുപ്പപ്പണിയിലൂടെ ഒന്നും നേടാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾ എടുത്തു പറയുന്നുണ്ട്. എളുപ്പപ്പണിയിലൂടെ നേടാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ 7-8 മണിക്കൂർ ഇരുന്ന് കഷ്ടപ്പെട്ട് ക്ലാസ് എടുക്കേണ്ട ഒരാവശ്യവുമില്ല. നാളത്തെ ചോദ്യപേപ്പറിൽ കാണാൻ പോകുന്ന ഏതൊരു ചോദ്യവും നമ്മൾ ഇന്ന് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. 150 ചോദ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉറപ്പായും നാളത്തെ ചോദ്യപേപ്പറിൽ ഞങ്ങൾ പറയുന്ന പല ചോദ്യങ്ങളും വരണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. തീർച്ചയായും ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഞങ്ങളുടെ ക്ലാസ്സുകൾ കാണുന്നത് വിദ്യാർത്ഥികൾ മാത്രമല്ല, അവരുടെ പാരൻസും ഉണ്ട്, ഒരുപാട് ടീച്ചേഴ്സും ഉണ്ട്. ഞങ്ങളുടെ ക്ലാസ്സുകൾ കണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അനവധി ടീച്ചേഴ്സ് സപ്പോർട്ടുണ്ട് എന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഇവരെല്ലാവരും ഞങ്ങളുടെ ആരാധകർ കൂടിയാണ്. സാധാരണ ക്രിക്കറ്റിലും ഫുട്ബോളിലും സിനിമാ ഫീൽഡിലുമൊക്കെയാണ് നമ്മൾ ഈ ആരാധകരെ കണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ടീച്ചറിൻ്റെ ടീച്ചിങ് സ്റ്റൈൽ കണ്ടുകൊണ്ട് അവരെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഫാനായി മാറുക എന്ന് പറയുന്ന ആ ഒരു ട്രെൻഡ് തന്നെ കൊണ്ടുവന്നത് സൈലം തന്നെയാണ്. കാരണം ഞങ്ങളൊരു ടോപ്പിക് ഒരു വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ആ വിദ്യാർത്ഥിക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ കുഴപ്പമല്ല, പൂർണ്ണമായും ഞങ്ങളുടെ കുഴപ്പമാണ്. കാരണം ആ ടോപ്പിക് ആ കുട്ടിയിലോട്ട് എത്തിക്കുവാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല എന്ന് മാത്രമാണ് ഞങ്ങൾ കരുതുക. ഇങ്ങനെ വിചാരിക്കുന്ന ഒരു കൂട്ടം ടീച്ചേഴ്സിൻ്റെ രാപ്പകലില്ലാത്ത കഷ്ടപ്പാടിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സൈലം എന്ന് പറഞ്ഞ സാമ്രാജ്യം ഇങ്ങനെ മാറാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. കേവലം എന്റർടൈൻമെന്റ് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ കാണുന്ന 10 സെക്കൻഡിന്റെ വീഡിയോ മാത്രം കണ്ടുകൊണ്ട് ഇവിടെയുള്ള ഒരു ടീച്ചേഴ്സിനെയും ഇവാലുവേറ്റ് ചെയ്യരുത്. അവർ മണിക്കൂറുകളോളം എടുത്തിരിക്കുന്ന ഓരോ ചാപ്റ്ററിലെയും ഓരോ ടോപ്പിക്കും ഇൻഡെപ്തായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഓരോ ക്ലാസ്സുകളും കണ്ടതിന് ശേഷം മാത്രം അവരെ ഇവാലുവേറ്റ് ചെയ്യുക. കുറുക്കുവഴിയിലൂടെ എന്ത് നേടിയെടുക്കാമെന്ന് ഞങ്ങളും പഠിച്ചിട്ടില്ല, ഞങ്ങളുടെ മക്കളെയും പഠിപ്പിക്കുകയുമില്ല. അവസാനമായി ഒരു കാര്യം പറയാം. ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തൽ പോലെയുള്ള എന്തെങ്കിലും തെറ്റുകൾ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുണ്ടെങ്കിൽ തുടർന്ന് ഒരു ദിവസം പോലും ഞങ്ങൾ ആരും ഈ സ്ഥാപനത്തിൽ തുടരില്ല. അതല്ല, ഞങ്ങളിൽ ഒരാൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ സ്ഥാപനത്തിലും തുടരില്ല. അത്രയധികം നിങ്ങൾക്ക് ഞങ്ങളെയും സൈലത്തെയും വിശ്വസിക്കാം.
പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എല്ലാം മാറിയിരിക്കുകയാണ്. നമ്മളും മാറേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സും അതിനോടൊപ്പം തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ചോദ്യങ്ങളും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അതിനാൽ തന്നെ സൈലത്തിൻ്റെ പുതിയൊരു റിവിഷൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ജാനുവരി 2 ആരംഭിക്കുക. 9995400800 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എൻഡ് ഗെയിം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്.